കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാക്ഷരം പഠിച്ചത്? അലിഫ് എങ്ങനെ എഴുതാം? ബോളിൽ നിന്നു താഴോട്ട്. വെരി ഗുഡ്. ഓക്കെ, വളവും വേണ്ട ചെരിവും ഏതാക്ഷരം? അലിഫ് അല്ലേ? ഇന്ന് നമുക്ക് അറബിക് ചിഹ്നങ്ങൾ പഠിക്കാം. അറബി ചിഹ്നങ്ങൾ ഇതുപോലെ നീളത്തില് ഒരു വലിയ വര വരച്ചിട്ടുണ്ട്. നീളത്തില് ഒരു വര വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കുഞ്ഞു വര വരച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? വരച്ചോ? എന്റെ മക്കള് വരക്കണം കേട്ടോ. വലിയൊരു വര വരച്ചു, മുകളിലായിട്ട് കുഞ്ഞു വര വരച്ചു. അതിന്റെ ഭാഗത്ത് വീണ്ടും ഒരു വര വരച്ചു. വലിയൊരു വര വരക്കുക. അതിന്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു വര, താഴെ ഭാഗത്ത് വീണ്ടും ഒരു കുഞ്ഞു വര, വീണ്ടും മുകളിൽ ഒരു കൊക്ക് പോലെ ഇരിക്കുന്ന ഒരു സംഭവം കൂടെ വരക്കുക. കാണുന്നുണ്ടോ? മുകളിൽ ഒരു വര, താഴെ ഒരു വര, വീണ്ടും കൊക്ക പോലെ ഇരിക്കുന്ന ഒരു വര. ഓക്കെ, എഴുതി കഴിഞ്ഞവരും മിസ്സിന് ലൈക്ക് കാണിച്ചേ. ഓക്കെ, ഇനി ഈ വരന്, ഈ വര കണ്ടോ? ഫസ്റ്റത്തെ ഈ വര കണ്ടോ? ഈ കുഞ്ഞു വര കണ്ടോ? ഇതിന് അറബിയില് ഫത്തഹ് എന്നാ പറയുക. ഫത്തഹ്. ഫത്തഹ്, ഫത്തഹ്, ഫത്തഹ്. ഫത്തഹ്, ഫത്തഹ്. ഓക്കെ, ഇനി താഴെ കാണുന്ന ഈ വര ഉണ്ടല്ലോ, ഈ വര ഉണ്ടോ? ഇതിന് കെസ്റ്. എന്ത് പറയും? കെസ്റ്. എന്താ പറയാ? കെസ്റ്, കെസ്റ്. മുകളിലുള്ള വരയെ ഫത്തഹ് എന്നും താഴെയുള്ള വരയെ കെസ്റ് എന്നും പറയും. ഇനി ഇതാ ഈ വളഞ്ഞിരിക്കുന്ന സാധനത്തെ ലമ്മ എന്നാ പറയാ. എന്താ പറയാ? ലമ്മ, ലമ്മ. ആ കൊക്ക് പോലെ വളഞ്ഞിരിക്കുന്ന സംഭവത്തെ എന്താ പറയാ? ലമ്മ. ഇനി മിസ് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ നോട്ട്ബുക്കിലോ നിങ്ങൾ എടുത്ത് എഴുതാൻ വെച്ചിരിക്കുന്നതില് അലിഫ് എന്ന് എഴുതുക. അലിഫ് എന്ന് എങ്ങനെ എഴുതാം? അലിഫ് എന്ന് എങ്ങനെ എഴുതാം? വളവും വേണ്ട ചെരിവും വേണ്ട മുകളിൽ നിന്നും താഴോട്ട്. അലിഫ് എന്ന് എഴുതിയേ. അലിഫ് എന്ന് എഴുതൂ. എല്ലാവരും എഴുതും. അലിഫ് എന്ന് എഴുതിയോ? അലിഫ് എന്ന് എഴുതിയോ? ഇനി അലിഫിന്റെ മുകളിലായിട്ട് ഈ ഫത്തഹ് ഇട്ട് കൊടുത്തേ. അലിഫിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുത്തേ. ഇതുപോലെ എഴുതിയിരിക്കുന്ന
അലിഫിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒരു വര ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ പഠിച്ചില്ലേ ഫത്തഹ്? ഫത്തഹ് പഠിച്ചില്ലേ? അലിഫിന്റെ മുകളിൽ ഈ ഫത്തഹ് എന്ന ചിഹ്നം ഇട്ട് കൊടുക്കുക. അലിഫ് എന്ന് എങ്ങനെ എഴുതാം? വളവും വേണ്ട, ചെരിവും വേണ്ട, മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ എഴുതുക. ഇതിന്റെ മുകളിലായിട്ട് ഈ വര. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ എഴുതിയോ? എല്ലാരും എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. അതെന്നാ വായിക്കുന്നറിയോ? അറബിയിൽ എന്നാ വായിക്ക? അലിഫ് എന്ന് എഴുതി മുകളിൽ ഒരു ചെറിയ വര ഇട്ട് കൊടുത്താൽ എന്ത് വായിക്കും?